സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതാഘാതമേറ്റ് മരണം. തൃശൂരിൽ പൊട്ടിവീണ കമ്പിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് 48-കാരി മരിച്ചു. അനീഷ് ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. അനീഷ് ആന്റണി, ആരാണ് മരിച്ചത്? എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചത്? മലേഷ്യ ഇന്ന് രാവിലെ 9:15 ഈ അപകടം ഉണ്ടാകുന്നത്. തൃശൂർ എരുമപ്പെട്ടിക്കടുത്ത് കുണ്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കുണ്ടന്നൂർ തെക്കേക്കര മാളിയേക്കൽ വീട്ടിൽ ബെന്നിയുടെ ഭാര്യ 48 വയസ്സുള്ള ജൂലിക്കാണ് ദാരുണമായി ഷോക്കേറ്റ് മരണം സംഭവിച്ചത്. ഇവർ രാവിലെ ജൂലിയും ഭർത്താവ് ബെന്നിയും കൂടി വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ തേങ്ങ പറക്കുവാനായി പോയതായിരുന്നു. ഈ സമയത്ത് പറമ്പിലുള്ള മോട്ടോർ പുഴയിലേക്ക് പോയിരുന്ന വൈദ്യുത ലൈൻ പൊട്ടി വീണ് കിടന്നിരുന്നു. അറിയാതെ ഇതിൽ തട്ടിയാണ് ജോലിക്ക് ഷോക്കേറ്റത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ബെന്നിക്കും ഷോക്കേറ്റു. പക്ഷെ ബെന്നി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അത് ഭാഗ്യവശാൽ ബെന്നിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. പക്ഷെ ജൂലിയെ ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജൂലി മരണപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതായത് വൈദ്യുത കമ്പി പൊട്ടി വീണതല്ല, വീട്ടിൽ നിന്നും പറമ്പിലുള്ള മോട്ടോർ പുഴയിലേക്ക് പോയിരുന്ന വൈദ്യുത ലൈൻ പൊട്ടി വീണ് കിടന്നിരുന്നു. അതിൽ അറിയാതെ തട്ടിയാണ് ഇത്തരത്തിൽ ദാരുണമായി അപകടം സംഭവിച്ചത്. ജൂലി എന്ന് പറയുന്ന 48 വയസ്സുള്ള വീട്ടമ്മ മരണപ്പെട്ടിരിക്കുന്നു. ബനേഷ്. ശരി, സംസ്ഥാനത്ത് വൈദ്യുതാഘാതമേറ്റ് ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.